അങ്ങനെ നമ്മുടെ ജയറാമേട്ടൻ ഇപ്പോൾ 2-3 ദിവസമായിട്ട് ഏറില്ല. ജയറാമേട്ടൻ്റെ ഒരു പുതിയ സിനിമ റിലീസ് ചെയ്ത് നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണുമല്ലോ അല്ലേ? പരിമള ആൻഡ് കോ എന്നാണ് സിനിമയുടെ പേര്. നമ്മുടെ ഉർവശിയും ജയറാമേട്ടനാണ് മെയിൻ താരങ്ങളായിട്ട് എത്തിയിരിക്കുന്നത്. പിന്നെ യോഗി ബാബു, അങ്ങനെ ഒരു വലിയ താരനിര എത്തിയിട്ടുള്ളൊരു സിനിമയാണ്. ക്രൈം ത്രില്ലർ കോമഡി സിനിമയായിട്ടാണിത് തിയേറ്ററിലേക്ക് എത്തിയത്. ഇതിൻ്റെ ഒരു ട്രailerൊക്കെ കണ്ടപ്പോഴത്തേക്ക് വലിയ രസമായിട്ടൊക്കെ തോന്നിയായിരുന്നു. എന്തായാലും സിനിമ പോയി കണ്ടു. പാണ്ഡ്യരാജാണ് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. നമ്മ വീട്ടു പിള്ള എന്ന് പറയുന്നൊരു സിനിമ നമ്മുടെ ശിവകാർത്തികനെ വെച്ചിട്ടൊക്കെ പുള്ളി ചെയ്തിട്ടുണ്ട്. ഒരുപാട് സിനിമ ചെയ്തിട്ടുണ്ട്. പുള്ളി ഇതുവരെ ചെയ്ത സിനിമയിൽ വെച്ചിട്ട് ഏറ്റവും മോശം കൂതറ സിനിമ എന്നല്ലാതെ ഇതിനെക്കുറിച്ചിട്ട് വേറെ ഒന്നും പറയാനില്ല. ഇതിനകത്ത് ഉടനീളം ജയറാം വെറുപ്പിക്കൽ എന്ന് പറഞ്ഞാൽ അന്യായ വെറുപ്പിക്കൽ. ഇപ്പോൾ ഉർവശി ജയറാം കോമ്പിനേഷൻ ഒരു സിനിമ വരുമ്പോഴത്തേക്ക് നമുക്ക് ഒരുപാട് പ്രതീക്ഷകളുണ്ടാവും. അപ്പോൾ ഇതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു സിനിമ, ഒരു ക്രൈം ത്രില്ലർ കോമഡി ജോണറിലാണ് ഈ സിനിമ വന്നെങ്കിൽ പോലും സത്യം ഇങ്ങനത്തെ ഒരു വൃത്തികെട്ട കൂതറ സിനിമ ഈ ലൈഫിലൊന്നും നമ്മൾ കണ്ടിട്ടില്ല. അതുപോലത്തെ 6 ബോറ് പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ 6 ബോറ് പെർഫോമൻസ് ആണ് ഇതിനകത്ത്. ജയറാം ആണെങ്കിലും കൊള്ളാം, ഉർവശി ആണെങ്കിലും. ഉർവശിക്ക് കൊടുക്കുന്ന കഥാപാത്രങ്ങളൊക്കെ പുള്ളിക്കാരി പ്രതീക്ഷിക്കുന്നതിനും അപ്പുറം തരുന്ന ഒരു ആക്ട്രസ്സാണ്. പക്ഷേ കഥയും ഡയറക്ഷനുമാണ് ഇതിൻ്റെ ഏറ്റവും വീക്ക് പോയിന്റ് എന്ന് വേണം പറയാം. പിന്നെ സിനിമോട്ടോഗ്രാഫി ചെയ്തിരിക്കുന്നത് ജോർജ് വില്യംസ് ആണ്. 2 കഥാപാത്രങ്ങളുണ്ട്. അതായത് ജയറാമിൻ്റെയും ഉർവശിയുടെയും 2 മക്കളുടെ പെർഫോമൻസ് ഉണ്ട്. അത് നല്ല കിടിലനായിട്ട് ആ 2 പേരും നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. മൊത്തത്തിൽ ഈ സിനിമ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജയറാമിൻ്റെ കരിയറിൽ തന്നെ ഏറ്റവും അടാറ് ഫ്ലോപ്പ് ഒരു സിനിമ എന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല. ഇപ്പം ഈ സിനിമയുമായി ബന്ധപ്പെട്ട ഒരു പ്രൊമോഷൻ വീഡിയോയും നമ്മുടെ ജയറാമിൻ്റെതായിട്ട് പുറത്തു വന്നിട്ടുണ്ട്. ഇപ്പം കേരളത്തിൽ വരുമ്പോഴത്തേക്ക് കേരളത്തിലെ ആൾക്കാരെ സൂചിപ്പിക്കും, തമിഴ്നാട്ടിൽ പോകുമ്പോൾ തമിഴ്നാട്ടിലെ ആൾക്കാരെ സൂചിപ്പിക്കും. ഇനി ആന്ധ്രയിലാണ് പോകുന്നതെങ്കിൽ ആന്ധ്രാക്കാരെയും സൂചിപ്പിക്കാൻ നല്ല മിടുക്കനാണ്. നമുക്ക് എന്തായാലും ജയറാമേട്ടൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ആ ഒരു വീഡിയോ, അതായത് ഇപ്പോൾ കേരളത്തിൽ ഈ സിനിമയുടെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് വന്നപ്പോഴത്തേക്ക് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ്. അത് നമുക്കൊന്ന് കണ്ടുവെക്കാം. പുള്ളിയുടെ വിനയം എന്ന് പറഞ്ഞാണല്ലോ, സത്യത്തിൽ പുള്ളിക്ക് ജയറാം എന്ന് പേരിടുന്നതിനെക്കാട്ടി നല്ലത് വിനയൻ എന്ന് പേരിടുന്നതായിരിക്കും. കാരണം ഇത്രത്തോളം വിനയമുള്ള ഒരു നടന് നമുക്ക് എവിടെയും കാണാൻ സാധിക്കത്തില്ല. ഈ സിനിമയും 8 നിലയിൽ പൊട്ടിയെന്ന് മാത്രമല്ല, ഇത് മനുഷ്യൻ്റെ മക്കൾ ഈ സിനിമ കാണാനായിട്ട് തിയേറ്ററിലേക്ക് പോകും എന്നെനിക്ക് തോന്നുന്നില്ല. സാധാരണ നമ്മളൊരു സിനിമ തിയേറ്ററിൽ പോയി കാണരുത് എന്ന് നമ്മൾ ആരോടും ഇതുവരെ പറയാറില്ല. ഇതും ഞാൻ ആരോടും കാണരുത് എന്ന് പറയുന്നില്ല. കാണുന്നത് നിങ്ങളുടെ ഇഷ്ടം. എന്തായാലും ജയറാമേട്ടൻ്റെ പുതിയ വീഡിയോ കണ്ടുപോയി. മലയാളം 2-3 കഥകൾ കേട്ടതുണ്ട്. അപ്പൊ ഏതെങ്കിലും നോക്കിയാവാണെങ്കിൽ ഓഗസ്റ്റ് സെപ്റ്റംബർ കഴിഞ്ഞാൽ അതെങ്കിലും പറഞ്ഞു വെച്ചായിരുന്നു. പിന്നെ അവരുടെ ഭാഗത്തുനിന്ന് ഒരു മൂവ്മെന്റ് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് അതും വിതിൻ മാനുവൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊരു അനൗൺസ് ചെയ്യുന്ന ടൈം ആകുമ്പോഴത്തേക്കും പറയാമല്ലോ. സിനിമ കണ്ടിട്ട് ഇറങ്ങിയ ജയറാമിനോട് ചോദിക്കുമ്പോഴത്തേക്ക് ആ ഒരു വിനയം നിങ്ങൾ കണ്ടില്ലേ? പടം എന്തായാലും പോകേണ്ടടുത്തോട്ട് പോയിട്ടുണ്ട്. ഇതൊരു മലങ്കൾട്ട് എന്ന് പറഞ്ഞാൽ പോരാ, അതിക്കും മേലെ നിൽക്കുന്ന ഒരു സാധനമായിട്ടാണ് അത് കാണുമ്പോൾ തോന്നുന്നത്. കാരണം പിന്നെ ഒരു സിനിമ കണ്ടിട്ട് അതിൻ്റെ റിവ്യൂ പറയണം എന്ന് വിചാരിച്ച് നമ്മളത് മുഴുവനായിട്ടിരുന്ന് കണ്ടുപോകും. എന്തായാലും സിനിമ കണ്ടവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കൂടെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിച്ചേക്കുക. ഓസ്ലർ എന്ന് പറയുന്ന സിനിമയുടെ 2ാം ഭാഗം വരുന്നുണ്ടെന്നാണ് പറയുന്നത്. അത് മിഥുൻ മാനുവൽ അതിൻ്റെ തിരക്കഥ ഇപ്പോൾ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. സിനിമയ്ക്കകത്ത് ജയറാമിനെ കുറേ നാൾക്ക് ശേഷം മലയാള സിനിമയിൽ ഒരു തിരിച്ചുവരവ് നടത്തിയിട്ടുള്ളൊരു സിനിമയാണ് ഓസ്ലർ. അതിനകത്ത് മമ്മൂക്കയുടെ ഒരു ക്യാമിയോ റോളാണ് ആ സിനിമയുടെ ഏറ്റവും പോസിറ്റീവ് ഘടകം എന്നുള്ളത് അവർക്ക് നന്നായിട്ട് അറിയാം. അപ്പം ഓസ്ലർ 2-ലും മമ്മൂക്ക ഉണ്ടാകും എന്നാണ് പറയുന്നത്. എന്താണേലും നമ്മുടെ ജയറാമേട്ടൻ്റെ പരിമള ആൻഡ് കോ സിനിമ കണ്ടവർ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പറഞ്ഞേക്കുക. അടുത്ത റിവ്യൂ ആയിട്ട് വീണ്ടും കാണാം. ബൈ.